പ്രാർത്ഥന കഴിയുമ്പോൾ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. ആമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. എല്ലാവരും വിശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായെന്നോട് നാഥാനി തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെന്നെ വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാലും കരുണയുള്ളവരല്ല എന്റെ പാവങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ ഞാൻ വിളിക്കുന്നു. സദയം തൂഗണമേ ജഗദീശ. തൂഗണമേ ജഗദീശ. ജെറൂസലേമിൽ നെഞ്ചകളകിലം ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്ഥാനം രക്ഷയും നൽകണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. സന്തോഷത്തുള്ളവരാന്തിക്കും കർത്താവേയും ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാലിൽ ജീവനുദിക്കുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. എന്നുടെ നാഥാനിൻ തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപം പരമരുടേണം. ഉന്നത ദ്രവ്യനാം വിശുദ്ധനാഥ. ജീവന്റെയും മണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. സകലത്തിന്റെയും നാഥനും ദൈവവുമായ വിശുദ്ധായ നിർവചനത്തോടും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കബർ നോക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർന്ന് വേദനിക്കപ്പെടുകയും ചെയ്യുന്നവരുടെ ദിവസത്തിൽ നിറഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെടുകയും സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ോട്
ഏറെ ദൂരെയുള്ള നല്ല കാഴ്ച കാണുവാൻ നീ നയിക്കില്ലെയും എന്റെ തൃപ്തിയായി നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക നേടിടാതെ ഞാൻ നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക പ്രകാശ വെച്ചു ഞാൻ കടന്നു പോയി നിൻ മനസ്സിലോത്തിടാതെ നീ നയിക്കണേ നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാരത്തിൽ വരെ അനുഗ്രഹിച്ചു നിൻ കരം നിശ്ചയം നയിക്കുമെന്നെ എന്നും ഓർപ്പു ഞാൻ ഇത്ര നാൾ വധിച്ചു കാത്തിരുന്നതാ നല്ല നാളു സ്വാഗതം നീ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സാലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ബന്ധുസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ആരാധിച്ചു വണങ്ങുന്നു, അതുതാ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാണ്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവാപുത്രൻ ദുഃഖായി മൃതനാമെന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കുക. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. മനുഷ്യരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ നീ ആപൂർവം പരിപാലിക്കണമേ. ദൈവത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോൾ എപ്പോൾ എന്നേക്കും. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. എന്റെ കർത്താവിന് ഞാൻ പ്രവർത്തിക്കും, മകമല്ലോ കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും നിരരാധകരുടെ പാപങ്ങൾ തെളിവായ എന്നുടെ നാഥാനിൻ തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്കും ഞങ്ങളെ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഭൂമിയിലും ശുദ്ധനാകുന്നു,
ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യേക വിശ്വാസമോടെ ദാസചെയ്യും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പൂർവ്വം ജയിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. സഹോദരി സഹോദരന്മാരെ, വേർപാട് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകവും അതുപോലെ തന്നെ നമ്മൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമാണ്. അനേക വർഷങ്ങൾ ഈ കുടുംബത്തിലെ നാഥനായിരുന്നുകൊണ്ട് എല്ലാവരെയും വളർത്തി വലുതാക്കി നാടിനും വീടിനും സമൂഹത്തിനും ഉപയോഗമുള്ള വ്യക്തികളായി തീർന്നതിൽ ഈ ചാച്ചൻ ഒത്തിരി കഷ്ടപ്പാടുകളും വേദനകളും സഹിച്ചിട്ടുണ്ട്. അനീശോച്ചനും ചകോച്ചനും പോളച്ചനും അതുപോലെ മറ്റു സഹോദരങ്ങൾക്കും സ്നേഹപൂർവ്വം ഉണ്ടായിരുന്നു. നമുക്കും എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും ഈ ചാച്ചന്റെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരത്തു വലം ഭാഗേ നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ധ്യാനിക്കും, ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചിടുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങൾ കർത്താവേ, നീ ആകാശമെല്ലാം മാഞ്ഞടിയുന്നു പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്ന് ആകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവ് മണ്ണ് പറഞ്ഞവരെ മഹിമയോട് കൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴിയിലോ ഒന്ന് വേർപെട്ടു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറിലേക്ക് നയിക്കുവാനായി വാനമേങ്ങ നീ മഹത്വത്തോടെ ആകുന്നങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോ കർത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നിരവധിയാമൻ പാപങ്ങൾ നിരയായെന്നെ വിധിക്കല്ലേ. നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാസുകളും നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. നീർപ്പോളകൾ പോ എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോ
സുഭഗം അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പാലകൾ പോ എല്ലാം എന്റെ പ്രതീക്ഷാവിന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരയുന്നവനെ വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതി കരുണയോടെ നിർത്തണമേ നല്ലവരത്തു വലം ഭാഗേ. കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. ആനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണൻ വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും എല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. യേശുവിന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ മക്കളാകുന്നു. ദിവസത്തിൽ എന്റെ ദാസനെ വിളിക്കുകയും എന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. പുന്നൂസിയത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഈ അപ്പച്ചന്റെ മൃതശരീരത്തിന് സമീപത്ത് നിന്നുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സഭയ്ക്ക് 2 മക്കളെ ദാനം ചെയ്ത പ്രിയപ്പെട്ട അപ്പച്ചന്, 2 വൈദികരെ ഈ കത്തോലിക്ക സഭയ്ക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നൽകിയ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അപ്പച്ചനെ നമുക്ക് ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കാം. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പനിനീർ വെഞ്ചരിപ്പ് അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ചന്ദ്രത്തിരുവഞ്ചരിപ്പ് സുന്ദരദ്രവങ്ങളുടെയും പരിമളങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പൂർത്തിയും മൗനീയമായ ദൃഢത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനു സ്തുതി. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനു സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനു സ്തുതി. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനു സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂർത്തിയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ. അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാരം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയോടന്തിമ വിധി
എൻ്റെ സഹോദരരെ, പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മനഃശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരുടെ കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരുടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന് കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഇന്ന് ദൈവത്തിന്റെ പക്കലേക്ക് നടന്നു കയറുന്ന നമ്മുടെ ചാച്ചന്റെ ഈ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ഈ ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനാണ് നാം ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുക. മരണം എന്നത് ഒരു നിയോഗമാണ്. ഈ നിയോഗം മനുഷ്യൻ ചിന്തിക്കുന്നതല്ല, മനുഷ്യന്റെ പദ്ധതി പ്രകാരമല്ല ഈ നിയോഗം നിവൃത്തിയാകുക. മറിച്ച് ഭൂമിയിലേക്ക് സൃഷ്ടിയായി കടന്നു വരുന്ന ഓരോ വ്യക്തിയും ദൈവനിശ്ചയപ്രകാരം ജീവനിലേക്കും മരണത്തിലേക്കും കടന്നു പോകണം എന്നുള്ള സത്യം ഇവിടെ നിവൃത്തിയാവുകയാണ്. ദൈവത്തോട് തൻ്റെ ജീവിത അവസ്ഥയിൽ നിന്നും സത്യത്തോടും വിശ്വസ്തയോടും കൂടെ പറയുവാനായിട്ട് സാധിക്കും. ഞാൻ നല്ല യുദ്ധം ചെയ്തു, ഞാൻ നല്ലവണ്ണം ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു, അതിനാൽ നീതിയുടെ കിരീടം എനിക്കായി നൽകണമേ എന്ന് ഈ ചാച്ചൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന തൻ്റെ ജീവിത വിശുദ്ധിയുടെയും ജീവിത വിശ്വസ്തതയുടെയും അടയാളമാണ്. തൻ്റെ ജീവിത ദൈവിക പദ്ധതി പ്രകാരം ജീവിച്ചതിൻ്റെ സംതൃപ്തി എനിക്കായി നൽകണമേ എന്ന്. മരണം തീർച്ചയായിട്ടും നിരാശാജനകമാണ്. പ്രത്യേകിച്ച് ആ വ്യക്തിയും നാമും തമ്മിലുള്ള ബന്ധമനുസരിച്ച് ഒരു കുടുംബനാഥൻ കുടുംബത്തിൽ നിന്നും മരിക്കുമ്പോൾ, പിരിഞ്ഞു പോകുമ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബം അനാഥമായി തീരുകയാണ്. നാഥനില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നാം ഓരോരുത്തരും അംഗീകരിക്കുകയും ആ യാഥാർത്ഥ്യം നാം ഓരോരുത്തരും ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ള സത്യം ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം ശ്രവിക്കുകയും ആ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരും തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. ഈ ചാച്ചൻ മുഖമായ ഭാഷയിൽ ദൈവത്തോട് മാത്രമല്ല പറയുക, നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്. ഈ ചാച്ചന്റെ മരണത്തിൽ ദുഃഖിക്കുന്ന ഇവരുടെ ചാച്ചന്റെ മക്കളോടും സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളോടും ഇവിടെ കൂടിയിരിക്കുന്ന നമ്മ ഓരോരുത്തരോടും പറയുകയാണ്. അതിനാൽ നാം ഓരോരുത്തരും പ്രത്യാശയില്ലാത്തവരെ പോലെ വിലപിക്കാതെ നിരാശരായി കഴിയാതെ ദുഃഖത്തിലും ദൈവത്തിന്റെ ഹിതം ദർശിച്ചുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് നമുക്കും ഒരിക്കൽ കടന്നു പോകണമെന്നുള്ള സത്യം അംഗീകരിക്കുകയും ചെയ്യാം. നമുക്ക് കുടുംബനാഥനായി തീരുകയും ചെയ്ത ഈ ചാച്ചനെ സംബന്ധിച്ചിടത്തോളം തന്റെ വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. സ്വർഗത്തിലേക്കുള്ള വഴികൾ ഇടുങ്ങിയതാണ് എന്നുള്ള സത്യം തന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഈ ചാച്ചനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നിരവധിയായ അനുഗ്രഹങ്ങൾ തന്റെ കുടുംബത്തിനും സമൂഹത്തിനും നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഈ ചാച്ചന് ധൈര്യപൂർവ്വം ദൈവത്തോട് പറയുവാനായിട്ട് സാധിക്കും, ഞാൻ നല്ല
യുദ്ധം ചെയ്തു. ഞാൻ നല്ലവണ്ണം ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എൻ്റെ വിശ്വാസം ഞാൻ കാത്തുരക്ഷിച്ചു. ഈ വിശ്വാസം കാത്തുരക്ഷിച്ചതിന്റെ ഫലമാണ് ഈ കുടുംബത്തിൽ നിന്നും ചാച്ചന് സന്യാസ സഭകളിലേക്ക് മറ്റുള്ളവരുടെ സേവനത്തിനായി ശുശ്രൂഷയ്ക്കായും 2 മക്കളെ കൊടുക്കുവാനായിട്ട് സാധിച്ചത്. അത് മക്കളുടെ ജീവിതത്തിലൂടെ ഈ ചാച്ചൻ കാണിച്ചു കൊടുത്ത മാതൃകയാണ്. ചാച്ചൻ ജീവിക്കുകയും പരിശീലിക്കുകയും ചെയ്തത് ആ ജീവിച്ചു കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴി നടന്നു പോകുവാൻ 2 മക്കളെ ദൈവത്തിനായി സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് ചാച്ചൻ സന്തോഷിക്കുകയാണ്. തന്റെ മരണസമയത്ത് തന്നെ യാത്രയാക്കുവാൻ, തങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ഇന്നും ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും 2 മക്കൾ ഉണ്ട് എന്നുള്ള ആ സംതൃപ്തിയോടെയാണ് ചാച്ചൻ നമ്മെ വിട്ട് പിരിയുക. പ്രിയമുള്ളവരെ, മരണം നമുക്ക് വേദനാജനകവും ദുഃഖകരവുമാണ്. എന്നാൽ വചനത്തിനനുസരിച്ച് ജീവിക്കുകയും വചനം ശ്രവിക്കുകയും അതിനനുസരിച്ച് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് സന്തോഷകരമാണ്. കാരണം മരണത്തിലൂടെ ആ വ്യക്തി ചെന്നെത്തുന്നത് ദൈവ സന്നിധിയിലാണ്, നിത്യജീവിതത്തിലേക്കാണ്, നിത്യ ആനന്ദത്തിലേക്കാണ്. അതിനാൽ നമുക്കെല്ലാവർക്കും ഈ ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. വിശ്വാസ ജീവിതങ്ങളിലൂടെയും സത്യവചനങ്ങളിലൂടെയും ജീവിച്ചുകൊണ്ട് ചാച്ചൻ നമുക്കെല്ലാവർക്കും വിശുദ്ധനായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്ന ഈ ചാച്ചനെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മളെ ഓർത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയിലാണ് നമ്മുടെ ഓരോരുത്തരെയും ആശ്വാസം നാം കണ്ടെത്തേണ്ടത്. ഈ പ്രാർത്ഥനയിലാണ് നമ്മൾ ഓരോരുത്തരും പ്രത്യാശയുള്ളവരായി ജീവിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രത്യാശയുള്ളവരായി ജീവിക്കുവിൻ. ഈ പ്രത്യാശയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ ഈ ചാച്ചനോട് നന്ദി പറയുകയും ചാച്ചന്റെ വിയോഗത്തിൽ ചാച്ചന് എൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പേരിൽ ഈ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ഞങ്ങൾ അനുശോചനവും അതുപോലെ തന്നെ ഞങ്ങളുടെ തുടർന്നുള്ള പ്രാർത്ഥന ആശംസകളും നേരുന്നു. നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുചേർന്ന് അനുശോചനം അർപ്പിച്ചുകൊണ്ട് ഈ ചാച്ചന ദുര്യോഗത്തിൽ നമുക്ക് അനുശോചനം രേഖപ്പെടുത്താം. ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യാം. ഈ ചാച്ചന്റെ വേർപാടിൽ നാം ഇവിടെ അനുശോചനം രേഖപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് ചാച്ചന്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് നിത്യജീവിതത്തിന്റെ കിരീടം ചാച്ചനെ അണിയിക്കണമേ എന്ന് നമുക്ക് ഒന്ന് ചേർന്ന് ഈ മരണ അനന്തര ചടങ്ങുകൾ ശ്രദ്ധിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുത്താനും വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അങ്ങയുടെ അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. മനുഷ്യരെ ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടെ വരുവാനിരിക്കുന്നു. ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാത്വികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിനെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും
നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാവങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. മരണം വരുമരുനാൾക്കുക മധ്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമരുനാളോർക്കുക മധ്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും മരണം വരുമരുനാളോർക്കുക മധ്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമരുനാൾ ഓർക്കുക മധ്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ എണീക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, മൃതശരീരം ദേവാലയത്തിലേക്ക് എടുക്കുകയാണ്. സ്വന്തം വാഹനം കൊണ്ടുവരാത്തവർക്ക് വേണ്ടി വാഹനങ്ങൾ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെന്റ് മേരീസിന്റെ സ്കൂൾ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വാഹനത്തിലേക്ക് കുരിശുപള്ളി, നമ്മുടെ കുരിശുപള്ളിക്കൽ വരെ വാഹനത്തിലായിരിക്കും പോകുന്നത്. സ്വന്തം വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവർ ദയവ് ചെയ്ത് ബാക്കിയുള്ളവരെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുക. ഈ വീടിന്റെ മുൻവശത്ത് നിൽക്കുന്ന എല്ലാവരും നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം അവരെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോക്കും സഹജന്മാരി സ്നേഹിതഗണമേ യാത്രയിലാ ഞാൻ
ജീവനും അതുപോൽ ശരണവും അരുളേണം. കർത്താവേ, ഞാൻ നിന്നെ പ്രീതിക്കും. ഹൃദയാതന്നെ ഹൃദയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥാ, നിന്നെ നമിക്കുന്നേ. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. ഗതിയെ മുതൽപോ നാഥനയക്കുന്നു. ദുഷ്ടനുമിടയിൽ ശിഷ്ടനുമരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം. വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്നെ മേൽക്കൈയിൽ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ പ്രകാശം വീച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. ഹൃദയത്തിലേക്കും ജീവനമക്കേകും. വിശുദ്ധർക്ക് പ്രകാശം ഉദിച്ചു. കണ്ണുകൾ പ്രഭയും സുരനും വായിക്കും. കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദിമുതലേക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ. നിന്നെ നമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യവിശ്വാസികളും പ്രിയപ്പെട്ട പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലം പ്രസാദിച്ച ഇയാളെ ജീവനീതിപരമായ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെയും സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ മാതാവായ പ്രാർത്ഥനയാൽ മിശിഹ അവരുടെ നിർത്തുമാറാകട്ടെ. ജീവിത പുസ്തകത്തിലൂടെ പേരെഴുതുകയും പ്രകടനയാളെയും ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, കഴിയുന്ന മരിച്ചവരെ ഉയർത്തുകയണമേ. എന്തുകൊണ്ട് ഞാൻ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജ്യമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും ദേശത്താത്മാവുമായ സർവേശ്വരാ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രകാശകളെ എന്റെ ആത്മാവിനെ പ്രകാശിക്കുന്ന പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും മാന്യ ബാലകരുമായ പുരോഹിതരെ വചനങ്ങളെ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളെ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗം ലഭിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹോദരി സഹോദരന്മാരെ, ബന്ധുജനമേ, പ്രിയ നാട്ടുകാരെ, നാട്ടുകാരെ, നന്ദിയുടെ ഏതാനും വാക്കുകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായി 90 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ പാപിനെ അനുവദിച്ച സർവശക്തനായ ദൈവത്തിന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി കുടുംബാംഗങ്ങളുടെ നന്ദി പറയുകയാണ്. ഇതുവരെ ഒരു കുറവ് കൂടാതെ അബാബിനെ കടലിലെ വൃക്ഷമായി പോലെ കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൻസിയോടുള്ള കൃതജ്ഞത ഈ സമയം പ്രത്യേകമായിട്ട് ഞാൻ സ്മരിക്കുകയെ ഓർമ്മിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം
30-ാം തീയതിയാണ് അപ്പാപ്പന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ആ സമയം മുതൽ ആശുപത്രിയിൽ കൊണ്ടാക്കുവാൻ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തത് നല്ലവരായ ഞങ്ങളുടെ തൊട്ട് അയൽപക്കത്തുള്ളവരും സമൂഹത്തിലുള്ള വ്യക്തികളുമാണ്. അവർക്കൊക്കെയും പ്രത്യേകമായി നന്ദി പറയുകയാണ്. ആശുപത്രിയിലായിരുന്നപ്പോഴും വീട്ടിലായിരുന്നപ്പോഴും ഒത്തിരി പേര് വരികയും കാണുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അപ്പാപ്പനെ ശുശ്രൂഷിച്ച ഡോക്ടർമാർക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത നേഴ്സുമാർക്കും മറ്റുള്ളവർക്കും പ്രോത്സാഹനത്തിനും വൈദികരും എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സ്നേഹപൂർവ്വം എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് എപ്പോഴും താങ്ങായി സപ്പോർട്ടായി ഇവരെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരുടെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അപ്പോൾ അവരെ നമുക്ക് വീണ്ടും സുവിധയിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്റെ സഹോദരനെ മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാകുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോത്തിരിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. നിങ്ങൾക്കിനിയും കഴിവില്ലേതും നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിൽ നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ യാഗം ഞാൻ നിർമ്മലനാകും. അഖിലനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ോടുകൂടി അവസാന ദിവസം തന്നെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകളെത്തിലുള്ള ദൈവത്തിന്റെ ന്യാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു ഓർത്തുകൊള്ളുക. കർത്താവേ നീ അറിയുമ്പോൾ കരുണയോടെ നല്ലവരത്തു വലം ഭാഗേ. ആരാധിച്ചു വണങ്ങുന്നു, അതുതാൻ ഞങ്ങൾക്ക് ദാനം രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിലയാകുന്നു, ആകാശവും
കർത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും സന്തോഷത്തിലവരായിരിക്കും കർത്താവേ നിൻ ശോഭിതവും ദിവ്യശരീരവും അറിവോടെ നിൽ ചേർക്കണമേ പുത്രൻ പ്രധാനമെന്നിൽ കനിയേണം ജീവൻ നൽകി ചേർക്കണം എല്ലാം പ്രേരിക്കട്ടെ ഞങ്ങളുടെ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു നാഥാ ഞങ്ങളെ ആത്മാവും രക്ഷിക്കുന്ന പാപനിക്ക് പൂർത്തി കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെയർപ്പിക്കുന്നവരാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം കരയറ്റവരായി ചിരമകിക്കും മനുഷ്യനു ഭാഗ്യം കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം വലിയ നിരക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം ഏടുകളാതരിൽ നിന്നേറും മനുജനു ഭാഗ്യം കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം ദൈവമേ പാപങ്ങൾ കഴുകിക്കളയണമേ മനുഷ്യരെ എത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ എന്തുകൊണ്ടെന്നാലും പാപങ്ങൾ ഞാൻ അറിയുന്നു ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി നിന്റെ സന്നിധിയിൽ ഞാൻ തിരുവാൾ പ്രാർത്ഥിച്ചു ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ മരിച്ചവരെ ഉയർത്തിക്കുന്നവരെ നിന്റെ തിരുനാമത്തിൽ സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനമേ അർപ്പിച്ച കർത്താവേ ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പുറത്തുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മത്സരതീകരണാപുറം ജീവികൃതയാപുറം പരിപാലിക്കണമേ ഉത്ഥാനം വീഴ്ച മരണമടയത്യാനത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര
സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായി ഉയർത്തും മകനിയുമായി ജീവൻ നൽകി സ്വകരാജ്യമാകുന്ന സ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയി മിശിഹായുടെ മൗലിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ വ്രതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. 10 മിനിറ്റുകൾക്ക് ശേഷം ദേവാലയത്തിൽ വെച്ച് ഉണ്ടായിരിക്കുന്നു.
ചില